Good evening all. എല്ലാവർക്കും പുതിയൊരു സെഷനിലേക്ക് സ്വാഗതം. സോ നമുക്കിനി അറൗണ്ട് ഒരു കുറച്ച് 40 ഡേയ്സ് 50 ഡേയ്സ് ഒക്കെ 50 ഡേയ്സ് ഇല്ല 40 ഡേയ്സ് മാത്രമാണ് നമ്മുടെ എക്സാമിന് വേണ്ടിയിട്ട് PCBAക്ക്. നമ്മൾ PCBAയുടെ ഒരു കമ്പൈൻഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആൻസർ സെഷൻ ആണ് ഇന്നത്തെ സെഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ നമ്മൾ സാധാരണ നമ്മുടെ എൻട്രിയിൽ നോർമലി നമ്മൾ എക്സാംസ് എടുക്കുമ്പോൾ ഇതുപോലെ സെഷൻസ് കണ്ടക്ട് ചെയ്യാറുണ്ട്. PSC ഒക്കെ നമ്മൾ കണ്ടക്ട് ചെയ്തിരുന്നു. അതുപോലെ തന്നെ നമ്മൾ PCB എക്സാം ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു സെഷനാണ് ഇപ്പം നമ്മൾ തുടങ്ങുന്നത്. ഇപ്പോൾ PCBAക്ക് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് എക്ക് എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ്. ഇതിനകത്ത് ഞാൻ കമ്പൈൻ ചെയ്താണ് ക്വസ്റ്റ്യൻസ് എടുത്തിരിക്കുന്നത്. മെയിൻലി ക്വസ്റ്റ്യൻസ് നമുക്ക് സോയിൽ മെക്കാനിക്സിൽ നിന്നും അതുപോലെ തന്നെ നമ്മുടെ എൻവയോൺമെന്റൽ എഞ്ചിനീയറിംഗിൽ നിന്നാണ്, എസ്പെഷ്യലി ഫ്രം വേസ്റ്റ് വാട്ടർ എഞ്ചിനീയറിംഗ് എന്നാണ്. നിങ്ങൾക്കറിയാം എൻവയോൺമെന്റൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന സബ്ജക്റ്റിന്റെ ഇമ്പോർട്ടൻസ് PCB എക്സാമിന് റിഗാർഡ് ചെയ്യുമ്പോഴത്തേക്ക് കുറച്ച് വെയിറ്റേജ് കൂടുതലുണ്ട്. അതുപോലെ തന്നെ ബോത്ത് ബ്രാഞ്ചസ് നമുക്ക് എടുക്കുകയാണെങ്കിൽ രണ്ടുപേർക്കും പഠിക്കാൻ പറ്റിയ ഒരു സബ്ജക്റ്റും ആയതുകൊണ്ട് കുറച്ച് ടഫ് കോമ്പറ്റീഷൻ വരാൻ സാധ്യത, അതായത് നമ്മൾ തെറ്റിക്കാൻ പാടില്ലാത്ത ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു ഏരിയ ആയിരിക്കും ഇത്. ബിക്കോസ് നമ്മൾ തെറ്റിച്ച് കഴിഞ്ഞാൽ ഓരോ മാർക്കും യു ഹാവ് ടു നമുക്ക് ഭയങ്കര ഒരു വില കൊടുക്കേണ്ടി വരും. ബിക്കോസ് എല്ലാവരും ശരിയാക്കുന്ന ക്വസ്റ്റ്യൻസ് ആയിരിക്കാം. ഓക്കെ, യെസ്, ഇത് ലൈവ് സെഷൻ ആണ് ഇപ്പൊ നമുക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. സോ വിൽ സ്റ്റാർട്ട്. നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. സോ ഗുഡ് ഈവനിങ് ആൻഡ് വെൽക്കമിങ് യു ഓൾ ടു ദ സെഷൻ. ഓക്കെ, സോ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ മാച്ച് ദ ഫോളോയിങ് ആണ്. നമുക്ക് സോയിൽ മെക്കാനിക്സിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. PSC 1995 ക്വസ്റ്റ്യൻ ആണ്. ദിസ് ക്വസ്റ്റ്യൻ ഇസ് ഫ്രം എഞ്ചിനീയറിംഗ് സർവീസ് എക്സാം 1995 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. മാച്ച് ദ ഫോളോയിങ് ആണ്. നമുക്ക് ടൈപ്പ് ഓഫ് സോയിലും മോഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് ഡെപ്പോസിഷനും തന്നിട്ടുണ്ട്. 2 ലിസ്റ്റ് ആയിട്ട്, ലിസ്റ്റ് 1 ആൻഡ് ലിസ്റ്റ് 2. നമുക്ക് ലിസ്റ്റ് 1 ഫസ്റ്റ് കൊടുത്തിരിക്കുന്ന ലക്യൂസ്ട്രൈൻ സോയിൽ, B അലൂവിയൽ സോയിൽ, C aeolian soil and D marine soils. List 2, 1 transportation by wind, 2 transportation by running water, C deposited at the bottom of lakes, 4 deposited in sea water. ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, സോ യു ഹാവ് ടു മാച്ച്. ഇതിനകത്ത് ഏത് കോഡാണ് കറക്റ്റ് ആയിട്ടുള്ളത് എന്ന് മാച്ച് ചെയ്ത് പറയാം. കമന്റ് ചെയ്യാവുന്നതാണ് ആൻസേഴ്സ് അറിയാവുന്നവർക്ക്. ഓപ്ഷൻ ബി പറഞ്ഞിട്ടുണ്ട്. ഓപ്ഷൻ ബി കറക്റ്റ് ആണ്. നമുക്ക് നോക്കാം. അപ്പൊ ഫസ്റ്റ് നമുക്ക് ലക്യൂസ്ട്രൈൻ ആണ്. ലക്യൂസ്ട്രൈൻ പേരിൽ നിന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും ഇറ്റ് ഈസ് ഡെപ്പോസിറ്റഡ് അറ്റ് ദ ബോട്ടം ഓഫ് ലേക്സ്. അപ്പൊ A 3 ആണ്. ദെൻ B ഇസ് അലൂവിയൽ സോയിൽ, ട്രാൻസ്പോർട്ടേഷൻ ബൈ റണ്ണിങ് വാട്ടർ. ദെൻ C എന്ന് പറയുന്ന എയോളിയൻ സോയിൽ ആണ്. എയോളിയൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ട്രാൻസ്പോർട്ടേഷൻ ബൈ വിൻഡ് ആണ്. ആൻഡ് D എന്ന് പറയുന്നത് മറൈൻ സോയിൽ ആണ്. മറൈൻ എന്ന് പറഞ്ഞാൽ ഡെപ്പോസിറ്റഡ് ഇൻ സീ വാട്ടർ. So D 3214. So your answer is option B. Option B വരും correct answer. C അല്ല, ഓപ്ഷൻ ബി ആണ്. ടഫ് ആകാൻ ചാൻസ് ഉണ്ടോ? കോമൺ എക്സാം ആയതുകൊണ്ട് ടഫ് ആകാൻ ചാൻസ് ഉണ്ടോ? കോമൺ എക്സാം ഇൻ ദ സെൻസ് നമുക്ക് 2 ബ്രാഞ്ചിനും കോമൺ ആയതുകൊണ്ട് ടഫ് ആവാൻ ചാൻസ് ഇല്ല. പക്ഷെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ സ്ട്രോങ് ആയിട്ടുള്ള പോർഷൻസ്, അതായത് ഇപ്പൊ സിവിൽ ആണെങ്കിൽ സിവിൽ എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ്സ് ആണെങ്കിൽ സിവിൽ സബ്ജക്ട്സ്, അതുപോലെ തന്നെ കെമിക്കൽ എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ്സ് ആണെങ്കിൽ കെമിക്കൽ സബ്ജക്ട്സ്, അതിൽ നിന്ന് മാക്സിമം മാർക്സും കിട്ടാൻ നോക്കാം. അതായത് ഒരു മെജോറിറ്റി പാർട്ടും ആ ഒരു ഭാഗത്ത് നിന്ന് തന്നെ സ്കോർ ചെയ്തെടുക്കാൻ നോക്കാം. മറ്റേ പാർട്ട് നിങ്ങൾക്ക് പറ്റുന്ന പോലെ മാക്സിമം ട്രൈ ചെയ്ത് നോക്കുക. അതിനകത്തും നമുക്ക് കിട്ടുന്ന ഓരോന്നും അഡ്വാൻസ്ഡ് ആണ്. അതായത് നമുക്ക് കിട്ടുന്ന ഓരോ മാർക്കും നമുക്ക് നമ്മുടെ ഒരു റാങ്ക് ലിസ്റ്റിൽ കയറി പറ്റാനുള്ള സാധ്യത കൂട്ടി തരുന്നതാണ്. അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ട വേറൊരു സബ്ജക്റ്റ് ആണ് മാത്തമാറ്റിക്സ്. മാത്തമാറ്റിക്സ് ക്വസ്റ്റ്യൻസ് സിമ്പിൾ ആയിരിക്കും, പക്ഷെ നിങ്ങൾ എത്ര പഠിക്കുന്നു എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. മാക്സിമം സ്കോർ ചെയ്യാൻ നോക്കുക. അതർ സബ്ജക്ട് നിങ്ങൾക്ക് പറ്റുന്ന പോലെ സ്കോർ ചെയ്യാൻ നോക്കുക. നമ്മുടെ സബ്ജക്ട് മാക്സിമം സ്കോർ ചെയ്യുക. അപ്പൊ മാക്സിമം നമ്മുടെ ആ ഒരു കോർ ഏരിയ മാക്സിമം സ്കോർ ചെയ്തിട്ട് മറ്റേ സബ്ജക്ട് പറ്റുന്ന പോലെ പ്രീവിയസ് ക്വസ്റ്റ്യൻസും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സും ഒക്കെ വെച്ചിട്ട് ഇനിയുള്ള ദിവസങ്ങളിൽ ഫോക്കസ് ചെയ്യാം. ഓക്കെ, ഓപ്ഷൻ ബി. ബിബിൻ പറഞ്ഞ ആൻസർ തെറ്റാണ്. ഓപ്ഷൻ സി അല്ല, ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ.
നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇൻ എ വെറ്റ് സോയിൽ മാസ് എയർ occupies 1/6 of its volume and water occupies 1/3 of its volume. The void ratio of the soil is. നമുക്കൊരു വെറ്റ് മാസ് ഉണ്ട്, അവിടെ എയർ എന്ന് പറഞ്ഞാൽ വോള്യത്തിന്റെ 1/3 ഒക്കുപ്പൈ ചെയ്യും, വാട്ടർ 1/3 ഒക്കുപ്പൈ ചെയ്യും. അങ്ങനെയാണെങ്കിൽ വാട്ട് ഇസ് ദ വോയിഡ് റേഷ്യോ? വോയിഡ് റേഷ്യോ എത്രയാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ 0.25, ഓപ്ഷൻ ബി 0.5, ഓപ്ഷൻ സി 1, ഓപ്ഷൻ ഡി 1.5. കമന്റ് ചെയ്തോളൂ ആൻസേഴ്സ് അറിയാവുന്നവര്. അത്രയും നോക്കിയാൽ സിവിൽ ചിലതൊക്കെ സിലബസ് പ്രകാരം ആദ്യം നോക്കി വെക്കുക. എക്സ്ട്രാ പോർഷൻസ് നോക്കുന്നതിനേക്കാളും സിലബസ് പ്രകാരം ഇപ്പൊ നമുക്ക് ഹാഫ് പോർഷൻസ് ഉള്ളത് അത്രയും മാത്രം നോക്കുക, എന്നിട്ട് ബാക്കി ടൈം കെമിക്കൽ പഠിക്കാന്നുള്ളത്. അപ്പൊ അഡീഷണലി നമുക്ക് സിവിലിൽ നിന്ന് കൂടുതൽ ചോദിക്കാൻ സാധ്യത കുറവാണ്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മാത്രമല്ല, സിവിലുകാർ മാത്രം എഴുതുന്ന എക്സാം അല്ല, അതുകൊണ്ട് അങ്ങനെ കൂടുതൽ അങ്ങനെ ഇൻഡെപ്തിൽ ചോദിക്കാൻ സാധ്യത കുറവാണ് കേട്ടോ. ഓപ്ഷൻ സി 1 ആണ് കറക്റ്റ് ആൻസർ. അപ്പൊ എന്താ പറഞ്ഞിരിക്കുന്നത്? വെറ്റ് സോയിൽ മാസിനകത്ത് എയർ occupies 1/6 of the volume. അപ്പോൾ വോളിയം ഓഫ് എയർ എന്ന് പറയുന്നത് V/6 ആണ്. ആൻഡ് വാട്ടർ എന്ന് പറയുന്നത് 1/3 ആണ്. നമുക്ക് വോയിഡ് റേഷ്യോ ആണ് വേണ്ടത്, വോളിയം ഓഫ് വോയിഡ്സ് ബൈ വോളിയം ഓഫ് സോളിഡ്സ്. ഓക്കെ, ഇപ്പൊ നമുക്ക് വോളിയം ഓഫ് വോയിഡ്സ് എന്ന് പറഞ്ഞാൽ എയറിന്റെയും വാട്ടറിന്റെയും സം ആയിരിക്കും. സോ V/6 പ്ലസ് V/3. V/2 വരും. ഓക്കെ, അതുപോലെ വോളിയം ഓഫ് സോളിഡ്സ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ വോളിയം മൈനസ് വോളിയം ഓഫ് വോയിഡ്സ്, വിച്ച് വിൽ ബി ഈക്വൽ ടു V മൈനസ് V/2 V/2. നമുക്ക് എന്താണ് ഇനി വേണ്ടത്? വോയിഡ് റേഷ്യോ, വോളിയം ഓഫ് വോയിഡ്സ് ബൈ വോളിയം ഓഫ് സോളിഡ്സ്, ദാറ്റ് ഈസ് V/2 ബൈ V/2 which is equal to 1. ഓപ്ഷൻ സി 1 എന്ന് വരും. Yes, option C. Option C ആണ് correct answer. Next question, a simple question ആണ്. Lacustrine soils are soils transported by rivers and streams, transported by glaciers, deposited in seabeds, deposited in lake beds. കമന്റ് ചെയ്തോളൂ. യെസ്, ലക്യൂസ്ട്രൈൻ എന്ന് പറഞ്ഞാൽ തന്നെ ലേക്ക് ബെഡ്സിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നതാണ്. ഓപ്ഷൻ ബി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. A soil sample is having a specific gravity of 2.60 and a void ratio of 0.78. The water content in percentage required to fully saturate the soil at that void ratio is. PSC 1996 question. സോയിൽ സാമ്പിളിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റി നമുക്ക് തന്നിട്ടുണ്ട് 2.60 and void ratio 0.78. Water content കണ്ടുപിടിക്കണം to fully saturate the soil. You can use the relationship SC is equal to WT. വേഗം കാൽക്കുലേറ്റ് ചെയ്ത് പറഞ്ഞേ. എസ് എത്രയാണ്? 1. ഇയുടെ വാല്യൂ 0.78. W ഇൻറ്റു 60. Yes, option B 30 വരും.
കിട്ടുന്നവര് കമന്റ് ചെയ്തോളൂ കേട്ടോ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഡ്രൈ സോയിൽ മാസ് ഇൻറ്റു 100 ചെയ്താൽ മതി ചെയ്തിട്ട്. ഓക്കെ, PCB AE കോഴ്സ് ഇപ്പം നിങ്ങൾക്ക് ഓഫർ പ്രൈസിൽ അവൈലബിൾ ആണ്. സോ ഇഫ് യു ആർ വില്ലിംഗ് ടു ജോയിൻ വിത്ത് അസ്, നിങ്ങൾ ഈ താഴെ കാണിക്കുന്ന ലിങ്കിൽ ജോയിൻ, ആ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ യു വിൽ ഗെറ്റ് ദ ഡീറ്റെയിൽസ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഡ്രൈ സോയിൽ മാസ് ഹാസ് എ മാസ് സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് 1.35. If specific gravity of solids is 2.7, then the void ratio will be 0.51, 1.52. ചെയ്തോളൂ, ചെയ്തിട്ട് ആൻസർ പറയാം വേഗം. Yes, B. So we can use a relationship GM is equal to GS into 1 plus E. GM എന്ന് പറഞ്ഞാൽ മാസ് സ്പെസിഫിക് ഗ്രാവിറ്റി is equal to, GS is equal to GM into 1 plus E. GS in the value 2.7 is equal to GM in the value 1.35 into 1 plus E. Therefore, E is equal to 2.7 divided by 1.35 minus 1. അങ്ങനെ ചെയ്യാം. Gamma D is equal to gamma W divided by 1 plus C. ഏതായാലും പ്രശ്നമില്ല, യു വിൽ ഗെറ്റ് ദ ആൻസർ ആസ് 1. ഓപ്ഷൻ B 1. എന്നുള്ളത് ആൻസർ കിട്ടും. Okay, next question നോക്കാം. A fill having a volume of 1,50,000 is to be constructed at a void ratio of 0.8. The borrow pit has a void ratio of 1.4. The volume of soil required in cubic meters to be excavated from the borrow pit would be. ഒരു ഫില്ലുണ്ട്, ഫില്ലിന്റെ വോളിയം നമുക്ക് തന്നിട്ടുണ്ട്. ഫില്ലിന്റെ വോളിയം ആണ് തന്നിരിക്കുന്നത് 1,50,000 is to be constructed at a void ratio of 0.8. Then borrow pitന്റെ void ratio 1.4 ആണ് എങ്കിൽ എത്ര വോളിയം ഓഫ് സോയിൽ ഈ ബോറോ പിറ്റിൽ നിന്ന് എടുക്കണം? ഓപ്ഷൻ എ 1,87,500, ഓപ്ഷൻ ബി 2 lakh, ഓപ്ഷൻ സി 2,10,000, ഓപ്ഷൻ ഡി 2,50,000. Yes, you can use a relationship Vs is equal to V by 1 plus E. The V1 by 1 plus E1 is equal to V2 by 1 plus E2. V1 എന്ന് പറഞ്ഞാൽ 1,50,000 divided by 1.8 is equal to V2 divided by 1 plus 1.4. V2 കണ്ടുപിടിക്കാം. 2 lakh, ഓപ്ഷൻ ബി.
ഓക്കെ, 2 lakh. കിട്ടുന്നവരെയൊക്കെ കമന്റ് ചെയ്തോ കേട്ടോ ആൻസർ. 2 കമന്റ്സേ കിട്ടുന്നുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇനി നമുക്ക് എൻവയൺമെന്റിൽ നിന്നുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നോക്കാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇസ് the dissolved oxygen level in natural unpolluted waters in normal temperature is found to be of the order 1 milligram per liter, 10 milligram per liter, 100 milligram per liter, 1000 milligram per liter. Dissolved oxygen level in natural unpolluted waters in normal temperature is found to be of the order 1 milligram per liter, 10, 100, 1000. ഇത് നോർമലി നമ്മൾ കണ്ടുവരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അൺപൊല്യൂട്ടഡ് വാട്ടറിൽ നോർമൽ ടെമ്പറേച്ചറിൽ ഉണ്ടാകുന്ന ഡിഒയുടെ എമൗണ്ട് ആണ് ചോദിച്ചിരിക്കുന്നത്. യെസ്, ഓപ്ഷൻ ബി. കുറച്ച് പേരെ ആൻസർ പറയുന്നുള്ളൂ, കഴിവതും കമന്റ് ചെയ്യാൻ നോക്കുക. ഓപ്ഷൻ ബി 10 milligram per liter ആണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ ബി 10 milligram per liter. Next question, the term refuse generally does not include. Refuse എന്ന് പറയുന്ന ടേം ഈ പറയുന്ന ഏതൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല? Putrescible solid waste, excreta, non-putrescible solid waste, ashes. The term refuse generally does not include. റെഫ്യൂസ് ആണ് ക്വസ്റ്റ്യൻ, നന്നായിട്ട് വായിച്ചു നോക്കിയിട്ട് പറയാം. ആഷസ് ഒക്കെ റെഫ്യൂസിൽ വരുന്നതാണോ അല്ലേ? ഓപ്ഷൻ ഡി ആണ് എല്ലാവരും പറയുന്നത്. ഒരാള് കറക്റ്റ് ആൻസർ പറഞ്ഞിട്ടില്ല. എല്ലാവരും ഡി ആണ് പറയുന്നത്. റെഫ്യൂസിനകത്ത് വരാത്ത, ഡസ് നോട്ട് ജനറലി ഇൻക്ലൂഡ്. അപ്പം നോൺ പ്യൂട്രസിബിൾ സോളിഡ് വേസ്റ്റ് ആഷസും അതിനകത്തുണ്ടല്ലോ. സോ ഹൗ കം ഓപ്ഷൻ ഡി ആഷസ്? യെസ്, ഓപ്ഷൻ ബി ആണ്, എക്സ്ക്രീറ്റയാണ് റെഫ്യൂസിനകത്ത് വരാത്ത. അപർണ, നിമ്മി, മേരി, തോമസ്, നയന ഇവരൊക്കെ പറയുന്നുണ്ട് ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ സിയും ഡിയും ഒന്നും അല്ല, ഓപ്ഷൻ ബി എക്സ്ക്രീറ്റയാണ് റെഫ്യൂസിനകത്ത് വരാത്ത ടേം. Okay, next question. The pH value of fresh sewage is usually less than 7, more than 7, equal to 7, 0. pH of fresh sewage. Fresh sewage എന്താണ്, ഏത് നേച്ചർ ആണെന്ന് നോക്കിയാൽ മതി. Yes, more than 7, that is fresh sewage എപ്പോഴും എങ്ങനെയായിരിക്കും? ആൽക്കലൈൻ ഇൻ നേച്ചർ ആയിരിക്കും. പിന്നെ അതിനുശേഷം എന്ത് ചെയ്യും? ടൈം പാസ് ചെയ്യുന്നതിനനുസരിച്ച് ഈ സീവേജ് തന്നെ എന്തായി മാറും? ആസിഡിക് ആയി മാറും. ബിക്കോസ് അതിനകത്ത് ബാക്ടീരിയ വന്ന് അനറോബിക് പ്രോസസ് ഒക്കെ നടന്നിട്ട് ടൈം എലാപ്സ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ഇത് ആസിഡിക് ആയിട്ട് മാറും. ആസ് ടൈം എലാപ്സസ് becomes acidic ആയിട്ട് മാറും. ഓക്കെ, സോ ഓപ്ഷൻ ബി ഈസ് യുവർ കറക്റ്റ് ആൻസർ. ഫ്രഷ് സീവേജ് എന്ന് പറഞ്ഞതുകൊണ്ടാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇംഹോഫ് കോൺ ഇസ് യൂസ് ടു ഡിറ്റർമിൻ. നല്ല എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇംഹോഫ് കോൺ എന്ത് കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്നു? ഡിസോൾവ്ഡ് സോളിഡ്സ്, സസ്പെൻഡഡ് സോളിഡ്സ്, ടോട്ടൽ സോളിഡ്സ്, സെറ്റിലബിൾ സോളിഡ്സ്. സെപ്റ്റിക് ആസിഡിക്. ഇംഹോഫ് കോൺ എന്ത് കണ്ടുപിടിക്കാൻ യൂസ് ചെയ്യുന്നു? യെസ്, ഓപ്ഷൻ ഡി സെറ്റിലബിൾ സോളിഡ്സ് കണ്ടുപിടിക്കാനാണ് ഇംഹോഫ് കോൺ യൂസ് ചെയ്യുന്നത്. 2 hours എടുക്കും. യെസ്, കറക്റ്റ് ആണ്.
ഓക്കെ, അപ്പൊ നമുക്ക് ടോട്ടൽ എമൗണ്ട് ഓഫ് സോളിഡ്സ് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും, ആ ഒരു പർട്ടിക്കുലർ സീവേജ് എടുത്ത് അതിനെ ഹീറ്റ് ചെയ്യും. അതിനുശേഷം അല്ലെങ്കിൽ ഇവാപറേറ്റ് ചെയ്തതിനു ശേഷം ഉണ്ടാകുന്ന റെസിഡ്യൂ വേ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ സോളിഡ്സ് കിട്ടും. ഇനി സസ്പെൻഡഡ് സോളിഡ്സ് അഥവാ ഫിൽറ്ററബിൾ സോളിഡ്സ് ഉണ്ട്. സസ്പെൻഡഡ് സോളിഡ്സ് അല്ലെങ്കിൽ ഫിൽറ്ററബിൾ സോളിഡ്സ് ഉണ്ട്. ഫിൽറ്ററബിൾ സോളിഡ്സ് ആണെന്ന് പറഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ഫിൽറ്റർ വെച്ചിട്ടാണ് 1 മൈക്രോമീറ്റർ പോർ സൈസ് ഉള്ള ഫിൽറ്റേഴ്സ് വെച്ചിട്ട് നമ്മൾ സസ്പെൻഡഡ് സോളിഡ്സ് കണ്ടുപിടിക്കും. ഇനി സെറ്റിലബിൾ സോളിഡ്സ് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ഇംഹോഫ് കോൺ യൂസ് ചെയ്യുന്നു. നമ്മൾ നേരത്തെ കമന്റ് ചെയ്ത പോലെ 2 hours നമ്മൾ ആസച്ച് ആ സീവേജ് സ്റ്റാൻഡ് ചെയ്യാൻ നിർത്തിയിട്ട് ആ കോണിന്റെ താഴെ സെറ്റിൽ ആയിട്ടുള്ള സെറ്റിലബിൾ സോളിഡ്സ് കണ്ടുപിടിക്കാൻ വേണ്ടി യു വിൽ ബി യൂസിങ് ഇംഹോഫ് കോൺ. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. Next question. When a sewage is disposed of in a river, the rate of depletion of dissolved oxygen of the river mainly depends upon. നമ്മൾ റിവറിലേക്ക് സീവേജ് ഡിസ്പോസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ആ ഒരു റിവറിലുള്ള ഡിസോൾഡ് ഓക്സിജൻ അല്ലെ ഡിഒയുടെ റേറ്റ് ഓഫ് ഡിപ്ലീഷൻ എന്ന് പറയുന്നത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യും? ഓപ്ഷൻ എ BOD of the sewage, COD of the sewage, total organic carbon present in the sewage, DO present in the sewage. Yes, option A, BOD of the sewage, biochemical oxygen demand of the sewage. Option A. Next question, the BOD test as a statement and statement. Statement 1, the BOD test is conducted for 5 days at 20 degrees Celsius. The amount of oxygen utilized by microorganism anaerobically is called BOD. Both statement 1 and 2 are true, but statement 2 is the correct explanation of 1. Both 1 and 2 are true, but statement 2 is not the correct explanation of statement 1. Statement 1 is true and statement 2 is false. Statement 1 is false and statement 2 is true. Option C, statement 1 is true and statement 2 is false. എന്താണ് BOD ടെസ്റ്റ് നമ്മൾ നോർമലി 5 days at 20 degrees Celsiusലാണ് കണ്ടക്ട് ചെയ്യാറ്. ഇനി നമുക്ക് അനറോബിക്കലി യൂട്ടിലൈസ് ചെയ്യുന്ന എമൗണ്ട് ഓഫ് ഓക്സിജൻ അല്ല BOD എന്ന് പറയുന്നത്, എറോബിക്കലി യൂസ് ചെയ്യുന്നതാണ്. സോ ഓപ്ഷൻ 2 അല്ലെങ്കിൽ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് റോങ് ആണ്. അതുകൊണ്ട് നമുക്ക് സ്റ്റേറ്റ്മെന്റ് 1 ട്രൂ ആണ്, സ്റ്റേറ്റ്മെന്റ് 2 is false. ഓപ്ഷൻ സിയിലേക്ക് പോവാം. അസർഷൻ റീസൺ പോലെ തന്നെ ചോദിക്കാനും സാധ്യതയുണ്ട് കേട്ടോ, ഇതേ സെയിം കാര്യം. So option C is your correct answer. Next question. What is the theoretical oxygen demand of 300 milligram per liter of glucose solution? What is the theoretical oxygen demand of 300 milligram per liter of glucose solution? Option A, 300 milligram per liter. Option B, 320 milligram per liter. Option C, 350 milligram per liter. Option D, 400 milligram per liter. കമന്റ് ചെയ്തോളൂ. ഗ്ലൂക്കോസിന്റെ ഓക്സിഡേഷൻ റിയാക്ഷൻ വേണമെങ്കിൽ ഇവിടെ ഒന്ന് C6H12O6 പ്ലസ് ഓക്സിജൻ ആണ്, ബാലൻസ്ഡ് ഇക്വേഷൻ ആണ്. 6O2. ചില റിയാക്ഷൻസ് ഒക്കെ പഠിക്കേണ്ടി വരും. 6CO2 പ്ലസ് 6 വാട്ടർ. ഇതാണ് നമ്മുടെ ഓക്സിഡേഷൻ റിയാക്ഷൻ ഓഫ് ഗ്ലൂക്കോസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഗ്ലൂക്കോസ് എന്ന് പറഞ്ഞാൽ ഇതാണ്, C6H12O6 ആണ്. അപ്പൊ അതിന്റെ ടോട്ടൽ വെയിറ്റ് നമുക്ക് നോക്കാം. ഓക്സിജൻ ആണ് ചോദിച്ചിരിക്കുന്നത്, അല്ല തിയററ്റിക്കൽ ഓക്സിജൻ ഡിമാൻഡ് ആണ് ചോദിച്ചിരിക്കുന്നത്. സോ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. C6 total weight of
ഗ്ലൂക്കോസ് എത്രയാണെന്ന് കണ്ടുപിടിച്ച് പറയൂ വേഗം. വേഗം പറയൂ. gram എന്ന് വരുന്നുണ്ടോ ഗ്ലൂക്കോസിന്റെ ടോട്ടൽ വെയിറ്റ്? ഓപ്ഷൻ ബി പറയുന്നുണ്ട് ആൻസർ. ഓപ്ഷൻ ബി കിട്ടിയോ എല്ലാവർക്കും? 320 mg/L കറക്റ്റ് ആണ്. ഓപ്ഷൻ ബി കറക്റ്റ് ആണ്. രണ്ടുപേര് കമന്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് C6H12O6 ആണ് 12 കാർബൺ, സോറി 6 കാർബൺ. സോ 12 into 6 72 പ്ലസ് ഹൈഡ്രജൻ 1 ആണ് 12 into 1 പ്ലസ് ഓക്സിജൻ 16 into 6 96 ചെയ്യുമ്പോൾ നമുക്ക് 180 gram കിട്ടും. ഈ 180 gram ഓഫ് ഗ്ലൂക്കോസിന്റെ ഓക്സിഡേഷൻ നമുക്ക് വേണ്ടത് 6 ഓക്സിജൻ ആണ്. അതായത് 6 into ഓക്സിജൻ 32 192 വരും. നമുക്ക് ഓക്സിജൻ വേണ്ടത് 192 gram ആണ്. അതായത് 180 gram ഓഫ് നമ്മുടെ ഗ്ലൂക്കോസിന് 192 gram ഓക്സിജൻ വേണം. നമുക്ക് ചോദിച്ചിരിക്കുന്നത് 300 mg/L ഓഫ് ഗ്ലൂക്കോസിന് എത്ര ഓക്സിജൻ ഡിമാൻഡ് ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ. സോ 300 gram എത്രയാണെന്ന് അറിയത്തില്ല. സോ യു ക്യാൻ ഫൈൻഡ് 300 into 192 divided by 180. Sorry, 320 വരും. 32, yes, 32. 320 mg/L. ഓപ്ഷൻ ബി. കുറച്ച് പേര് കമന്റ് ചെയ്തിട്ടുള്ളൂ. 320 mg/L. ഇപ്പൊ ബിഒഡിയുടെ കാര്യം നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഓക്സിജൻ എത്ര നമ്മുടെ ബയോഡിഗ്രേഡബിൾ ഓർഗാനിക് മാറ്ററിന്റെ ഓക്സിഡേഷൻ എയറോബിക്കലി നടക്കാൻ എത്ര ഓക്സിജൻ വേണം, അതിനെയാണ് നമ്മൾ ബിഒഡി എന്ന് പറയുന്നത്. എല്ലാവർക്കും അറിയായിരിക്കും 5 day 20 ഡിഗ്രി സെൽഷ്യസിലാണ് നമ്മൾ സ്റ്റാൻഡേർഡ് ബിഒഡി കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അൾട്ടിമേറ്റ് ബിഒഡിയുടെ എത്ര ശതമാനമാണെന്നൊരു ക്വസ്റ്റൻ ഉണ്ട്, ഞാൻ ഇനി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. സോ അവിടെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മൾ സാധാരണ ഇൻക്യൂബേറ്റ് ചെയ്ത് വെച്ചിട്ടൊക്കെയാണ് കണ്ടുപിടിക്കുന്നത്. അപ്പൊ ബിഒഡി കണ്ടുപിടിക്കാൻ മിക്കവാറും എക്സാമിന് ചോദിക്കാറുണ്ട്. അതായത് BOD is calculated as initial DO minus final DO into dilution factor. ഇത് വെച്ചിട്ടാണ് BODയുടെ വാല്യൂ കണ്ടുപിടിക്കുന്നത്. ഡൈല്യൂഷൻ ഫാക്ടർ എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുക? കമന്റ് ചെയ്തോളൂ ആൻസർ അറിയാം കേട്ടോ. വോളിയം ഓഫ് ഡൈല്യൂട്ടഡ് സാമ്പിൾ ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് അൺഡൈല്യൂട്ടഡ് സാമ്പിൾ. അതാണ് ഡൈല്യൂഷൻ ഫാക്ടർ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. റേറ്റ് ഓഫ് BOD exerted at any time is directly proportional to BOD satisfied, directly proportional to BOD remaining, inversely proportional to BOD satisfied, inversely proportional to BOD remaining. A plus B by A.
Inversely, directly proportional to BOD remaining. Option B, correct answer. Yes. Exerted at any time, rate of BOD exerted at any time is directly proportional to BOD remaining. Option B. Next question, the correct relationship between theoretical oxygen demand TOD, biochemical oxygen demand BOD, and chemical oxygen demand COD is given by TOD greater than BOD greater than COD, TOD greater than COD greater than BOD, BOD greater than COD greater than TOD, COD greater than BOD greater than TOD. Yes, option B. ആദ്യം ആരാണ് തിയററ്റിക്കൽ ഓക്സിജൻ ഡിമാൻഡ്, അതിനുശേഷം COD, ടോട്ടൽ ബയോളജിക്കലി ആക്റ്റീവ് ഇനാക്റ്റീവും വരും, അതിനുശേഷമാണ് BOD. ഓപ്ഷൻ ബി. BOD അൾട്ടിമേറ്റ് ഉണ്ടെങ്കിൽ BOD അൾട്ടിമേറ്റ് കഴിഞ്ഞിട്ടാണ് BOD പറയാം. Next question, the standard 5-day BOD at 20 degrees Celsius when compared to ultimate BOD is 60%, 68%, 80%, 90%. Standard 5-day BOD at 20 degrees Celsius when compared to the ultimate BOD is 68%, option B. Okay. Next question നോക്കാം. Pollution potential of domestic sewage generated in a town and its industrial sewage can be compared with reference to. നമ്മുടെ ഡൊമസ്റ്റിക് സീവേജിന്റെ പൊല്യൂഷൻ പൊട്ടൻഷ്യൽ ഇൻഡസ്ട്രിയൽ സീവേജുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്ത് പറയുന്നത് എന്തിനെ റെഫറൻസ് ചെയ്തിട്ടാണ്? ദ BOD വാല്യൂ, പൊല്യൂഷൻ പോപ്പുലേഷൻ ഇക്വലന്റ്, ദ വാല്യൂ, ദ റിലേറ്റീവ് ഡെൻസിറ്റി. എളുപ്പമായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. കമന്റ് ചെയ്തോളൂ. യെസ്, പോപ്പുലേഷൻ ഇക്വലന്റ് വെച്ചിട്ടാണ് പറയുന്നത്. കറക്റ്റ് ആണ്. പോപ്പുലേഷൻ പൊട്ടൻഷ്യൽ നമ്മൾ ഡൊമസ്റ്റിക് സീവേജിന്റെ ഇൻഡസ്ട്രിയൽ സീവേജായിട്ട് റിലേറ്റ് ചെയ്ത് പറയാൻ യൂസ് ചെയ്യുന്ന ടേമാണ് പോപ്പുലേഷൻ ഇക്വലന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ആക്ച്വലി എത്ര ട്രീറ്റ്മെന്റ് വേണമെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ പറഞ്ഞ പോപ്പുലേഷൻ ഇക്വലന്റ് യൂസ് ചെയ്യാം. പോപ്പുലേഷൻ ഇക്വലന്റ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? പോപ്പുലേഷൻ ഇക്വലന്റ് PE എന്ന് ഞാൻ ഡിനോട്ട് ചെയ്യാണ്, ഫുൾ എഴുതുന്നില്ല. വാട്ട് ഇസ് ഫോർമുല? കമന്റ് ചെയ്തോളൂ. ടോട്ടൽ 5-day BOD of the industrial sewage kg per day divided by domestic sewage. Domestic sewage എത്രയാണ്? 0.08 kilogram per day ആണ് എടുക്കാറ്. അങ്ങനെ അങ്ങ് 0.08 എന്ന് പറഞ്ഞ് പഠിച്ചാൽ മതി. ആവറേജ് BOD ഓഫ് ഡൊമസ്റ്റിക് സീവേജ് ആണ് 0.08. ആവറേജ് BOD ഓഫ് ഡൊമസ്റ്റിക് സീവേജ് ആണ് പെർ ഡേ. അതാണ് പോപ്പുലേഷൻ ഇക്വലന്റ്. Per person per day, 0.08 kilogram per day. Okay, next question നോക്കാം നമുക്ക്.
If the average sewage from a city is 95 into 10 raised to 6 liter per day and average 5-day BOD is 300 milligram per liter against a standard of 75 milligram per day per capita at 20 degrees Celsius, then the population equivalent of the city will be. ആവറേജ് സീവേജിന്റെ നമുക്ക് തന്നിട്ടുണ്ട്, അതിന്റെ 5-day BOD തന്നിട്ടുണ്ട്, സ്റ്റാൻഡേർഡ് വാല്യൂ തന്നിട്ടുണ്ട്, പോപ്പുലേഷൻ ഇക്വലന്റ് കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. കാൽക്കുലേറ്റ് ചെയ്ത് പറയാം. 28,500 285 into 10 raised to 6 3,80,000 380 into 10 raised to 6. പോപ്പുലേഷൻ ഇക്വലന്റ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? BOD per day in city divided by standard BOD. 95 into 10 raised to 6 ആണ് average sewage into the 5-day BOD യുടെ വാല്യൂ എത്രയാണ്? 300 divided by standard 75. Option D, 380 into 10 raised to 6. Hmm, 389 into 10 raised to 6. 380 into 10 raised to 6. Option D is the correct answer. 380 ആട്ടോ വരുന്നത്. Next question. In facultative stabilization pond, the sewage is treated by aerobic bacteria only, algae only, dual action of aerobic bacteria and anaerobic bacteria, sedimentation. Simple question ആണ്. Facultative stabilization pond, the sewage is treated by. Yes, facultative ആകുമ്പം രണ്ടിൻ്റെയും ഡ്യുവൽ ആക്ഷൻ ആയിരിക്കും. അതായത് എയറോബിക് ബാക്ടീരിയയുടെയും എനറോബിക് ബാക്ടീരിയയുടെയും ഡ്യുവൽ ആക്ഷൻ വഴിയാണ് നമ്മുടെ സീവേജിന്റെ ട്രീറ്റ്മെന്റ് നടക്കുക. ഓപ്ഷൻ സി. അതെ, ക്വസ്റ്റനിൽ തന്നെ ഫാക്കൽറ്റേറ്റീവ് സ്റ്റെബിലൈസേഷൻ പോണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്. Next question. Most of the bacteria in sewage are parasitic, saprophytic, pathogenic, anaerobic. Anaerobic, pathogenic, saprophytic. Yes. Option B, saprophytic ആണ് correct answer. Sewage ഉള്ള മിക്ക ബാക്ടീരിയ saprophytic ബാക്ടീരിയ. What is saprophytic bacteria? ഡെഡും ഡീക്കേഡ് മാറ്ററിലും ഒക്കെ ലിവ് ചെയ്യുന്ന ബാക്ടീരിയനെയാണ് നമ്മൾ എനറോബിക് അല്ല. ഓപ്ഷൻ ബി സാപ്രോഫൈറ്റിക് ആണ്. അതായത് ഡെഡ് ഡീക്കേഡ് മാറ്ററിലൊക്കെ കണ്ടുവരുന്ന തരത്തിലുള്ള ഫസ്റ്റ് ടൈം ഹിയറിംഗ്. യെസ്, ഇതൊരു ESCയുടെ ക്വസ്റ്റ്യൻ ആണ്. ESCയിൽ നമുക്ക് പൊല്യൂഷനിൽ നിന്നും അതുപോലെ തന്നെ എൻവയോൺമെന്റിൽ നിന്നൊക്കെ കുറെ നമ്മൾ കണ്ടിട്ടില്ലാത്ത ടൈപ്പ്, അതുപോലെ തന്നെ എൻവയോൺമെന്റൽ നമ്മുടെ സോളിഡ് വേസ്റ്റ് മാനേജ്മെന്റിൽ നിന്നൊക്കെ നമ്മൾ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് കിട്ടും. അതുകൊണ്ട് ESCയുടെ ക്വസ്റ്റ്യൻസ് നിർബന്ധമായും വേറെ ഒരു സബ്ജക്റ്റ് നിങ്ങൾ നോക്കിയില്ലെങ്കിലും നമ്മുടെ എൻവയോൺമെന്റൽ എഞ്ചിനീയറിംഗിന്റെ ക്വസ്റ്റ്യൻസ് മസ്റ്റ് ആയിട്ട് നോക്കണം. കാര്യം അതിൽ നിന്ന് നമുക്ക് റിപ്പീറ്റ് ചെയ്ത് വരും. കാര്യം എസ്പെഷ്യലി നമുക്ക് ഈ ഒരു എക്സാം എന്ന് പറയുന്നത് എൻവയോൺമെന്റൽ എഞ്ചിനീയറിംഗ് ഓറിയന്റഡ് ആയിട്ടുള്ള എക്സാം ആയിരുന്നു. സാപ്രോഫൈറ്റിക് എന്ന് പറഞ്ഞാൽ ഡെഡ് അല്ലെങ്കിൽ ഡീക്കേഡ് ആയിട്ടുള്ള മാറ്ററിലൊക്കെ കണ്ടുവരുന്ന ഒരു തരത്തിലുള്ള ബാക്ടീരിയയാണ് സാപ്രോഫൈറ്റിക് ബാക്ടീരിയ. ഓക്കെ, ഇനി ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മുടെ സീവറിന്റെ പൈപ്പ് സൈസ് നമ്മുടെ ഡിസൈൻ എത്രയാണ് ഉപയോഗിക്കുന്നത്, ഡിസൈൻ കണ്ടീഷനും പൈപ്പ് സൈസും ആണ് സീവേഴ്സിൽ വരുന്നതാണ്. ജസ്റ്റ് ഒരു ടാബുല കോളമായിട്ട് ഇൻക്ലൂഡ് ചെയ്തു എന്ന് മാത്രം. ഇപ്പൊ ഡയമീറ്റർ ലെസ് ദാൻ 0.4 മീറ്റർ ആണ്. 0.4 മീറ്ററും 0.9 മീറ്ററും ആണ് നമുക്ക് അപ്പർ ബൗണ്ടറിയും ലോവർ ബൗണ്ടറിയും. 0.4ഉം 0.9.
0.4 കുറവാണെങ്കിൽ നമ്മൾ ഡിസൈൻ കണ്ടീഷൻ ആയിട്ട് എടുക്കുന്നത് ഒന്നെങ്കിൽ D/2 അല്ലെങ്കിൽ ഹാഫ് ഫുൾ അറ്റ് മാക്സിമം ഡിസ്ചാർജിൽ ഹാഫ് ഫുൾ എന്ന് പറയുന്ന കണ്ടീഷൻ എടുക്കും. ഓക്കെ, ഇനി 0.4നും 0.9 മീറ്ററിനും ഇടയ്ക്കാണ് പൈപ്പ് സൈസ് എങ്കിൽ 2D/3 അല്ലെങ്കിൽ 2/3 ഫുൾ അറ്റ് മാക്സിമം ഡിസ്ചാർജ് ആണ് എടുക്കുക. D greater than 0.9 മീറ്റർ ആണെങ്കിൽ 3D/4 അല്ലെങ്കിൽ 3/4 ഫുൾ അറ്റ് മാക്സിമം ഡിസ്ചാർജ് ആണ് എടുക്കുക. ഈ കണ്ടീഷൻസ് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക, പൈപ്പ് സൈസ് അനുസരിച്ചുള്ള ഡിസൈൻ കണ്ടീഷൻസ്. ഓക്കെ, ഇപ്പൊ സീവേഴ്സിൽ വരുന്നതാണ്, നോട്ട് ചെയ്ത് വെക്കുക. നെക്സ്റ്റിലേക്ക് പോകാം. സെൽഫ് ക്ലെൻസിങ് വെലോസിറ്റി ഫോർ ഓൾ സീവേഴ്സ് ഇൻ ഇന്ത്യ ഇസ് യൂഷ്വലി. ഒരുപാട് നമ്മുടെ സെഷൻസിൽ ഡിസ്കസ് ചെയ്തൊരു ക്വസ്റ്റ്യൻ ആണ്, അതുകൊണ്ട് ഇതിന്റെ ആൻസർ എല്ലാവരും പറയണം. ഇന്ത്യയിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന സെൽഫ് ക്ലെൻസിങ് വെലോസിറ്റിയുടെ വാല്യൂ ആണ് ലെസ് ദാൻ 0.5, 1 to 1.2, 1.5 to 2, 3 to 3.5. Yes, 1 to 1.2 meter per second. Option B. Next question. The self-cleansing velocity of wastewater flowing through sewer should be 5 meter per second. A minimum velocity maintained at 0.45 meter per second is minimum flow. A maximum velocity of 0.9 meter per second maintained at maximum flow. None of these. ഒരു വേസ്റ്റ് വാട്ടറിന്റെ സെൽഫ് ക്ലെൻസിങ് വെലോസിറ്റി ത്രൂ എ സീവർ. Yes, option B correct answer ആണ് B. Minimum velocity maintained at 0.45 meter per second at minimum flow. Next question. If Q is the average sewage flow from a city of population P, the maximum sewage flow is the population P, Q average sewage flow ആണെങ്കിൽ maximum sewage flow Q തരുന്ന relationship 4 plus root P divided by 18 plus root P into Q, 18 plus P by 4 plus root P into Q, 18 plus root P by 4 plus root P into Q, 5 plus root P by 15 plus root P into Q. Yes, option C, 18 plus root P divided by 4 plus root P into Q. (18 plus root P option C. മെജോറിറ്റി ക്വസ്റ്റ്യൻസും ESC ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. നമ്മൾ ഡിസ്കസ് ചെയ്തത് നമ്മുടെ സോയിൽ മെക്കാനിക്സിന്റെ ക്വസ്റ്റ്യൻസ് ആണെങ്കിലും അതുപോലെ തന്നെ എൻവയോൺമെന്റൽ എഞ്ചിനീയറിംഗ് ക്വസ്റ്റ്യൻസ് ആണ്. മെജോറിറ്റിയും ESC ക്വസ്റ്റ്യൻസ് ആണ്. SSC ഒക്കെ റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇത് സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. In industrial waste water enters a stream having a BOD concentration of 10 milligram per liter and a flow of 20 meter cube per second. If the flow of wastewater is 1.5 meter cube per second and BOD concentration is 250 milligram per liter, then the BOD concentration in the stream at a point downstream of the point of confluence of വേസ്റ്റ് വാട്ടർ വിത്ത് സ്ട്രീം. ഒന്നുമില്ല, നമുക്കൊരു ഇൻഡസ്ട്രിയൽ വേസ്റ്റ് വാട്ടർ ഉണ്ട്, അതിന്റെ BOD തന്നിട്ടുണ്ട്, അതിന്റെ ഫ്ലോ റേറ്റ് തന്നിട്ടുണ്ട്. ഇതിനെ നമ്മൾ എന്ത് ചെയ്യുക, ഇൻഡസ്ട്രിയൽ ഒരു സ്ട്രീമിലേക്ക് കടക്കുകയാണ്, ആ സ്ട്രീമിന്റെ ഫ്ലോ തന്നിട്ടുണ്ട്, അതിന്റെ BOD തന്നിട്ടുണ്ട്. നമുക്ക് ഇതിന്റെ ആ ഒരു ഡൗൺ സ്ട്രീമിൽ ഇത് രണ്ടും കൂടെ ചേർന്നതിന് ശേഷം ഡൗൺ സ്ട്രീം ലെവലിൽ വരുന്ന ഒരു പോയിന്റിലുള്ള BOD വാല്യൂ അല്ലെ BOD കോൺസെൻട്രേഷൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. സിമ്പിൾ ആണ്. സ്ട്രീമിന്റെ ഡിസ്ചാർജ് ഇൻറ്റു
POD concentration ആണ് stream plus QW 10 into 20 plus QS plus QW. എത്ര വരുന്ന ആൻസർ? Section D 26.7. So option D 26.74. Mixing formula. Next question നോക്കാം. In a partially flowing sewer, the relationship between depth of flow and diameter of the sewer is given by. Partially flowing sewer ആണ്. Relationship between depth of flow and diameter of the sewer is given by half into 1 minus cos alpha by 2, alpha by 360 minus sin alpha by 2 pi, alpha by 360 degree, none of this. ഡി ബൈ ഡിയുടെ റിലേഷൻഷിപ്പ് ആണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് 3 റിലേഷൻഷിപ്പ് ആണ് പഠിക്കാനുള്ളത്. 3ഉം ഈ ഇക്വേഷനകത്ത് തന്നെ ഉണ്ട്. ഇതിൽ ഫസ്റ്റ് റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ ഡെപ്ത് ഓഫ് ഫ്ലോ ആൻഡ് ഡയാമീറ്റർ ഓഫ് ദ സീവർ തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആണ് ഹാഫ് ഇൻറ്റു 1 മൈനസ് കോസ് ആൽഫ ബൈ 2. ഫസ്റ്റ് റിലേഷൻഷിപ്പ്. ഇപ്പം ഡി എന്ന് പറഞ്ഞാൽ ഡെപ്ത് ഓഫ് ഫ്ലോ ആണ്, ക്യാപിറ്റൽ ഡി ഡയമീറ്റർ ഓഫ് ദ സീവർ ആണ്. ഓക്കെ, ഇനി രണ്ടാമത്തെന്ന് വെച്ചാൽ ആൽഫ ബൈ 360 ഡിഗ്രി മൈനസ് സൈൻ ആൽഫ ബൈ 2 പൈ എന്ന് പറഞ്ഞ ഏരിയയുടെ റിലേഷൻഷിപ്പ്, സ്മോൾ എ ബൈ ക്യാപിറ്റൽ എ. ഇനി ആൽഫ ബൈ 360 എന്ന് പറഞ്ഞാൽ വെറ്റഡ് പെരിമീറ്റർ ബൈ ഒറിജിനൽ പെരിമീറ്ററിന്റെ റേഷ്യോ ആണ്. ഇത് 3ഉം ചോദിക്കാറുണ്ട്. സോ 3ഉം പഠിച്ചു വെക്കാം. നമുക്കിവിടെ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഡി ബൈ ഡി ആണ്, ഓപ്ഷൻ എ ആണ്. അതുപോലെ തന്നെ ക്രോസ് സെക്ഷണൽ ഏരിയയും അതുപോലെ തന്നെ നമ്മുടെ പാർഷ്യൽ ഫ്ലോ ഏരിയയും കൂടെ ഉള്ള റിലേഷൻഷിപ്പാണ് സ്മോൾ എ ബൈ ക്യാപിറ്റൽ എ. മറ്റേത് എന്താണ് നമ്മുടെ വെറ്റഡ് പെരിമീറ്ററും ടോട്ടൽ പെരിമീറ്ററും തമ്മിലുള്ള റിലേഷൻഷിപ്പ്. 3ഉം ചോദിക്കാറുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. The slope of sewer shall be given in the direction of natural slope of ground, given in the direction opposite to the natural slope of ground, 0, steeper than 1 in 20. ഞാൻ പറഞ്ഞോളൂ, സീവറിന്റെ സ്ലോപ്പ് എങ്ങനെയായിരിക്കണം? Given in the direction of natural slope of ground, given in the direction opposite to the natural slope of ground, 0, steeper than 1 in 20. Yes, given in the direction of natural slope of ground, option A. Okay, next question. X-shaped sewer, section sewer is economical than circular section, is providing self-cleansing velocity at low discharges, is more stable than circular section, is easy to construct. X-shaped section sewer. Yes, option B provides self-cleansing velocities at low discharge. കുറച്ച് പോയിന്റ്സ് പറയാം. സർക്കുലർ സീവേഴ്സ് ആണെങ്കിൽ നമ്മൾ യൂഷ്വലി സെപ്പറേറ്റ് സീവറേജ് സിസ്റ്റത്തിനാണ് യൂസ് ചെയ്യുന്നത്. സെപ്പറേറ്റ് സീവേജ്, അതായത് നമ്മുടെ സ്റ്റോം വാട്ടറും നമ്മുടെ സീവേജ് സെപ്പറേറ്റ് പോകുന്നത്. ഇനി സർക്കുലർ
സീവർ എന്ന് വെച്ചാൽ ഹാഫ് ഫുൾ ആണ് മിക്കവാറും ഉള്ളത്, അതൊക്കെ എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. ഓക്കെ, ബാക്കി എക്സ് ഷേപ്ഡ് സീവറിന്റെ കാര്യം ഇവിടെ നമ്മൾ പറഞ്ഞു. സെൽഫ് ഇൻസിങ് വെലോസിറ്റി ലോ ഡിസ്ചാർജിൽ തന്നെ പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. കമ്പൈൻഡ് സീവേജിനകത്ത് നമുക്ക് എഗ് ഷേപ്ഡ് യൂസ് ചെയ്യാൻ പറ്റും, അതും കൂടി നോട്ട് ചെയ്യാം. നെക്സ്റ്റ്, sewage system is generally designed for 10 years, 15 years, 30 years, 50 years. Sewage system is generally designed for 10, 15, 30, 50. Yes, 30 years, option C. നമുക്ക് ഡിസൈൻ പീരീഡ് ഫ്രം ബേസ് ഇയർ കുറച്ച് ഒന്ന് നോക്കാം. ലാൻഡ് അക്വിസിഷൻ ആണെങ്കിൽ 30 ഇയേഴ്സ് ആണ്. കൺവെൻഷണൽ സീവേഴ്സ് 30 ഇയേഴ്സ്, അതായത് നമുക്ക് ചോദിച്ചത്. നോൺ കൺവെൻഷണൽ സീവേഴ്സ് ആണെങ്കിൽ 15 ആണ്, ഒക്കെ മെൻഷൻ ചെയ്യും അങ്ങനെയാണെങ്കിൽ. പമ്പിംഗ് മീൻസ് 15 ഇയേഴ്സ്, പമ്പിംഗ് സ്റ്റേഷൻ സിവിൽ വർക്ക് 30 ഇയേഴ്സ്, പമ്പിംഗ് മെഷീനറി 15 ഇയേഴ്സ്, സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാൻ 15 ഇയേഴ്സ്, എഫ്ലുവന്റ് ഡിസ്പോസൽ 30 ഇയേഴ്സ്, എഫ്ലുവന്റ് യൂട്ടിലൈസേഷൻ ആണെങ്കിൽ 15 ഓർ ആസ് എ കേസ് മേ ബി 15 ആണ് ജനറലി പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇത് നമ്മുടെ CPHEO, അതായത് സെൻട്രൽ പബ്ലിക് ഹെൽത്ത് ആൻഡ് എൻവയോൺമെന്റൽ എഞ്ചിനീയറിംഗ് ഓർഗനൈസേഷൻ ലേ ചെയ്ത ഡിസൈൻ പീരീഡ് സ്റ്റാൻഡേർഡ് ആണ്. ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക, നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റൻ ആണ്. മേ ബി ഒരു ഷുവർ ക്വസ്റ്റൻ എന്ന് പറയാവുന്ന ഈ ഒരു റീജിയനിൽ നിന്നൊരു ക്വസ്റ്റൻ ഉണ്ടാവും. അതായത് നമുക്ക് ഈ ഡിസൈൻ പീരീഡ് ചോദിക്കാം, അതുപോലെ തന്നെ ഓരോ കമ്പണൻസും നമ്മൾ വാട്ടർ സപ്ലൈയിൽ പഠിച്ച പോലെ ഓരോ കമ്പണൻസും ഏത് ഫ്ലോയ്ക്ക് വേണ്ടി ഡിസൈൻ ചെയ്യുന്നു, മാക്സിമം ആണോ അല്ലെങ്കിൽ ആവറേജ് ഫ്ലോ ആണോ, അങ്ങനത്തെ ആ കാര്യങ്ങൾ പഠിച്ചു വെക്കണം. അതുപോലെ തന്നെ ഡിസൈൻ പീരീഡ് സീവേഴ്സിന്റെ ഭാഗത്തുനിന്നും പഠിക്കണം, അതുപോലെ തന്നെ നമ്മുടെ നോർമൽ വാട്ടർ സപ്ലൈയുടെ ഭാഗത്തു നിന്നും പഠിക്കണം. രണ്ട് കാര്യങ്ങളും ശ്രദ്ധിക്കുക, രണ്ട് കാര്യങ്ങളും മസ്റ്റ് ആയിട്ട് പഠിക്കേണ്ട കാര്യങ്ങളാണ് കേട്ടോ. അപ്പൊ ഷോർട്ട് ക്വസ്റ്റ്യൻസ് എന്ന് പറയാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ ഒരു പാർട്ടിൽ നിന്ന്. ഓക്കെ, സോ അത് പഠിച്ചു വെക്കാം. കൂടുതലും സെൻട്രൽ പബ്ലിക് ഹെൽത്ത് ആൻഡ് എൻവയോൺമെന്റൽ ഓർഗനൈസേഷന്റെ സ്റ്റാൻഡേർഡ്സ് ഉണ്ട്, അത് വെച്ചിട്ടാണ് നമ്മൾ PDF അവൈലബിൾ ആണ്, നിങ്ങൾ നെറ്റിൽ സെർച്ച് ചെയ്താൽ മതി. സെൻട്രൽ പബ്ലിക് ഹെൽത്ത് ആൻഡ് എൻവയോൺമെന്റൽ ഓർഗനൈസേഷൻ. അപ്പൊ മിക്ക ഡിസൈനും കൺസ്ട്രക്ഷൻ ഓഫ് സീവേഴ്സ് എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ ഉണ്ട് അതിനകത്ത്. എനിക്ക് തോന്നുന്നു ചാപ്റ്റർ ഏത് ചാപ്റ്റർ ഞാൻ ഓർക്കുന്നില്ല, ഒരു ചാപ്റ്റർ ആയിട്ട് നമുക്ക് ഡിസൈനും കൺസ്ട്രക്ഷനും ഒക്കെ പറഞ്ഞിട്ടുണ്ട് അതിനകത്ത് കേട്ടോ. ഓക്കെ, സോ ജസ്റ്റ് ഗോ ത്രൂ ദാറ്റ്. ഇത് കഴിഞ്ഞ് നിങ്ങളൊന്ന് ജസ്റ്റ് നോക്കിയാൽ മതി, കാണാൻ സാധിക്കും. നിങ്ങൾ ജസ്റ്റ് മാൻഹോൾ സ്പേസിംഗ് ആണെങ്കിലും മാൻഹോളിന്റെ സ്പേസിംഗ് ഒക്കെ ഇപ്പൊ ചോദിച്ചു വരുന്നുണ്ട്, അപ്പൊ അതുകൊണ്ട് അതൊക്കെ ഒന്ന് നോക്കി വെക്കാം. കോഡൽ പ്രൊവിഷൻസ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക, അത് മറക്കണ്ട. ദ മിനിമം ഡയമീറ്റർ ഓഫ് ആൻ ഓപ്പണിംഗ് ഓഫ് മാൻഹോൾ ഷുഡ് ബി. സ്ഥിരം ചോദിക്കുന്ന ക്വസ്റ്റൻ ആണ്, ഇനിയും ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റൻ ആണ്. മാൻഹോൾ ഓപ്പണിംഗിന്റെ മിനിമം ഡയാമീറ്റർ 25 സെന്റിമീറ്റർ, 50 സെന്റിമീറ്റർ, 75 സെന്റിമീറ്റർ, 100 സെന്റിമീറ്റർ. വേഗം പറഞ്ഞോളൂ, 75 സെന്റിമീറ്റർ ആണോ? Minimum diameter of an opening of a manhole should be. Yes, 50 centimeter. Option B, 50 centimeter ആണ് correct answer. Next question. Before entering a manhole, a candle is lowered into the manhole. Manhole നമ്മൾ എൻ്റർ ചെയ്യുന്നതിന് മുന്നേ നോർമലി ഒരു ക്യാൻഡിൽ അകത്തേക്ക് വെക്കാറുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണെന്നാണ്? ടു എലുമിനേറ്റ് ഇറ്റ്, ടു ഡിറ്റക്ട് ടോക്സിക് ഗ്യാസസ്, ടു ഗിവ് എ സിഗ്നൽ ടു ദ അഡ്ജസന്റ് മെഷീൻ, ടു ഫൈൻഡ് ഔട്ട് ദ പ്രസൻസ് ഓഫ് ഓക്സിജൻ. ടോക്സിക് ഗ്യാസസ് കണ്ടുപിടിക്കാനാണോ? ടു ഫൈൻഡ് ഔട്ട് ദ പ്രസൻസ് ഓഫ് ഓക്സിജൻ. ഓപ്ഷൻ ഡി.
Yes. Next question. A manhole is generally provided at each bend, junction, change of gradient, all of the above. ബെൻഡിലും കൊടുക്കാറുണ്ട്, ജംഗ്ഷനിലും കൊടുക്കാറുണ്ട്, ചേഞ്ച് ഓഫ് ഗ്രേഡിയന്റ്, ഓൾ ഓഫ് ദി അബവ് ആണ് കറക്റ്റ് ആൻസർ. Next question. The inspection pit or chamber is a manhole provided in a base of drainage system. It at every change of gradient, at every change of direction, at every 30-minute interval, all options are correct. An inspection pit or chamber in a manhole is provided at the base of the drainage system. എവിടേക്കാണ് കൊടുക്കുന്നത്? Yes, all options are correct. കുറച്ച് സി വന്നതുകൊണ്ടാണ്. A fundamental difference between sedimentation tank for water and sewages. Sewage sedimentation tanks are bigger. Sewage sedimentation tanks are more depth. Sludge from sewage sedimentation tank is to be removed more frequently. It can be the final treatment of operation in water treatment. നമ്മുടെ വാട്ടർ ട്രീറ്റ്മെന്റിലും അതുപോലെ തന്നെ സീവേജ് ട്രീറ്റ്മെന്റിലും ഉള്ള ഫണ്ടമെന്റൽ ഡിഫറൻസ് ബിറ്റ്വീൻ ദ സെഡിമെന്റേഷൻ ടാങ്ക് ആണ് ചോദിച്ചത്. നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, നിങ്ങൾക്ക് പെട്ടെന്ന് ആൻസർ പറയാനും പറ്റും. എന്തായാലും സൈസ് വെച്ചിട്ടൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല, ഡെപ്ത് വെച്ചിട്ട്. സോ എന്ത് തന്നെ ആയിരിക്കും ആൻസർ വരെ? ഓപ്ഷൻ സി ആണ്. ഫോർത്ത് സ്റ്റേറ്റ്മെന്റ് അട്ടർ റബ്ബിഷ് ആണ്, നമുക്ക് വായിക്കേണ്ട ആവശ്യമില്ല അല്ലേ. ഫൈനൽ ട്രീറ്റ്മെന്റ് ഒരിക്കലും ആവത്തില്ല വാട്ടർ ട്രീറ്റ്മെന്റ്. പിന്നെ സ്ലഡ്ജ് നമുക്ക് എപ്പോഴും അറിയാം, സീവേജ് ട്രീറ്റ്മെന്റിനകത്ത് സ്ലഡ്ജ് കൂടുതലുണ്ടാവും. അതുകൊണ്ട് അത് കുറെ ഫ്രീക്വന്റ് ആയിട്ട് നമുക്ക് വാട്ടർ ട്രീറ്റ്മെന്റിനെ കമ്പയർ ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ റിമൂവ് ചെയ്ത് മാറ്റേണ്ടി വരും. ഓപ്ഷൻ സി ഈസ് യുവർ കറക്റ്റ് ആൻസർ. Okay, next question. The approximate ആയിരിക്കും ഉദ്ദേശിച്ചത്. പെർസെൻറ്റേജ് ഓഫ് വാട്ടർ ഇൻ സീവേജസ് 90, 99, 99.90, 99.99%. ഇത് നമ്മൾ ആ സീവേജിനകത്ത് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റോ മറ്റോ ആയിട്ട് ടെക്സ്റ്റ് ബുക്കിൽ വായിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. സോ യു ക്യാൻ സിംപ്ലി ആൻസർ ഇറ്റ്. ടൈമിംഗ് ഡിഫറെന്റ് ആണ്. ഓഫ് കോഴ്സ് ടൈമിംഗ് എന്തായാലും ഡിഫറെന്റ് ആണ്. Yes, 99.90, option C. 99 അല്ല, 99.9. അതുകൊണ്ടാണ് ഓപ്ഷൻ സിയും ഡിയും കൺഫ്യൂസിംഗ് ആയിട്ട് കൊടുത്തിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. റിട്ടൻഷൻ പീരീഡ് ഫോർ ഓക്സിഡേഷൻ ബോണ്ട്സ് ഇസ് യൂഷ്വലി കെപ്റ്റ് ആസ് 4 to 8 hours, 24 hours, 10 to 15 days, 3 months. ഓക്സിഡേഷൻ ബോണ്ടിന്റെ ഡിറ്റൻഷൻ പീരീഡ്. ത്രീ മന്ത്സ് ആണോ? ഓക്സിഡേഷൻ ബോണ്ടിന്റെ കാര്യമാണ് നിങ്ങൾ ശ്രദ്ധിച്ചത്. പലരും ഇതിനകത്ത് 15 to 30 days ആണ് കേട്ടോ നോർമലി പറയാറ്. 15 to 30 days. അതുകൊണ്ട് നമുക്ക് കറക്റ്റ് ആയിട്ട് ഒരു ഓപ്ഷൻ വെക്കാൻ പറ്റത്തില്ല. ഓപ്ഷൻ സി ആണ് അപ്രോക്സിമേറ്റ്ലി പറയാൻ പറ്റുന്നത്. പിന്നെ നമുക്ക് പഠിക്കാനുള്ള കുറച്ച് പോയിന്റ്സ് ഉണ്ട്. ഓക്സിഡേഷൻ ബോണ്ടിന്റെ ഡെപ്ത് 1 to 1.5 മീറ്റർ. പിന്നെ ഡിറ്റൻഷൻ ടൈം പറഞ്ഞു. ദെൻ BOD റിമൂവൽ 80 to 90% BOD റിമൂവൽ സംഭവിക്കുന്നുണ്ട്. പിന്നെ സ്ലഡ്ജ് അക്യൂമുലേഷൻ എന്ന് പറയുന്നത് 2 to 5 centimeter per hour ആണ്. സെന്റിമീറ്റർ പെർ ഇയർ ആണ്. ഓക്കെ. ഡെപ്ത് ഓഫ് വാട്ടർ, മാക്സിമം ഡെപ്ത് ഓഫ് വാട്ടർ എന്ന് പറയുന്നത് 0.3 മീറ്റർ ആണ്. ഡെപ്ത് ഓഫ് വാട്ടർ ഒന്നും ചോദിക്കത്തില്ല, സ്ലഡ്ജ് അക്യൂമുലേഷൻ ഒക്കെ വേണമെങ്കിൽ ചോദിക്കാം. L/B റേഷ്യോയും കൂടെ ജസ്റ്റ് നോക്കിക്കോളൂ. നോർമലി 2.5 മുതൽ 3 വരെയാണ് റേഞ്ച് ചെയ്യുന്നത്. ഓക്കെ. ഓർഗാനിക് ലോഡിംഗ് റേറ്റും കൂടി പറയാമോ ആർക്കെങ്കിലും? ഓർഗാനിക് ലോഡിംഗ് റേറ്റ്
50 to 325 ആണ്. 300 ഒരു തവണ IESന് ഓപ്ഷൻ ആയിട്ടുണ്ടായിരുന്നു. കിലോഗ്രാം BOD 5 പെർ ഡേ പെർ ഹെക്ടർ പെർ ഡേ ഏരിയയിലാണല്ലോ പറയുന്നത്. പെർ ഹെക്ടർ പെർ ഡേ ഓർഗാനിക് ലോഡിംഗ് റേറ്റ്. ഇനി ഓക്സിഡേഷൻ പോണ്ടിൽ നിന്നുള്ള എഫ്ലുവന്റ് നമുക്ക് റിവറിലേക്കൊന്നും ഡിസ്ചാർജ് ചെയ്യാൻ പറ്റത്തില്ല. കാര്യം അതിനകത്ത് ഒരുപാട് ആൽഗീസ് പ്രസന്റ് ആയിരിക്കും. നമ്മൾ മെയിൻലി ഈ ഒരു എഫ്ലുവന്റ് ഫ്രം ഓക്സിഡേഷൻ പോണ്ട് എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്? ഇറിഗേഷൻ പർപ്പസിന് മാത്രമായിരിക്കും ഉപയോഗിക്കുക. Okay, next is the least expensive and most suitable excreta broad irrigation വേണ്ടിയിട്ടാണ്. Least expensive and most suitable excreta disposal unit for rural areas would be rural areasലുള്ള least expensive ആയിട്ട് most suitable ആയിട്ടുള്ള excreta disposal units ഏതാണ്? Sock pit, pit privy, leaching cesspool, septic tank. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ വായിച്ചു നോക്കിയിട്ട് റൂറൽ ഏരിയാസിൽ ലീസ്റ്റ് എക്സ്പെൻസീവ് മോസ്റ്റ് സ്യൂട്ടബിൾ ആയിട്ടുള്ള എക്സ്ട്രീറ്റ ഡിസ്പോസൽ യൂണിറ്റ് പിറ്റ് പ്രവി. Yes, option D, septic tank. Next question. Questions on the connecting pipe in mm for septic tank should not be less than. Connecting pipe in mm for septic tank should not be less than 150, 100, 50, 25. Connecting pipe ആണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ സി 50 ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡിറ്റൻഷൻ പീരീഡ് ഫോർ സെപ്റ്റിക് ടാങ്ക് ഇസ് assumed to be. ഇത് ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ ആണ്. പറഞ്ഞോളൂ. 20 minutes, 25 minutes, 30 minutes, 12 to 36 hours. Detention period for septic tank 12 to 36 hours. Next question, which one of the following set of processes is a part of self-purification of stream? Self-purification a part. Setting, biodegradation and desalination. Settling, biodegradation and aeration. Flotation, ion exchange and desalination. Desalination, ion exchange and reverse osmosis. Yes, option B. Settling, biodegradation and aeration. Next question, in which type of lakes does a perfect ecological equilibrium among the producers, decomposers and consumer groups of organisms exist? Producer and decomposers and consumers ഇടയ്ക്ക് ഒരു പെർഫെക്റ്റ് ഇക്കോളജിക്കൽ ബാലൻസ് വരുന്ന ടൈപ്പ് ഓഫ് ലേക്ക് ഏതാണ്? സെനസൻ ലേക്ക്, മെസോട്രോപിക് ലേക്ക്, ഒളിഗോട്രോപിക് ലേക്ക്, യൂട്രോപിക് ലേക്ക്. ഓപ്ഷൻ ഡി ആണ്. യൂട്രോഫിക് അല്ല. ആൻസർ ഒളിഗോട്രോഫിക് ആണ് കേട്ടോ. അതായത് ന്യൂട്രിയൻസ് ലിമിറ്റഡ് ആയിരിക്കും. ഇവിടെ ന്യൂട്രിയൻസ് ലിമിറ്റഡ് ആണ് ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പ്രൊഡക്ടിവിറ്റി ലോ ആണ് ഒളിഗോട്രോഫിക്കിനകത്ത്. സെക്കൻഡ് ടൈപ്പ് വരുന്നതാണ് മെസോട്രോപിക് ലേക്ക് എന്ന് പറയുന്നത്. ഇതിന് നമുക്കൊരു മീഡിയം പ്രൊഡക്ടിവിറ്റി എന്ന് പറയാൻ പറ്റും. ഹൈ പ്രൊഡക്ടിവിറ്റിയും ഹൈ ന്യൂട്രിയൻസും ഉള്ളതാണ് യൂട്രോഫിക് ലേക്ക് എന്ന് പറയും. ഓക്കെ, ഇനി നമുക്ക് ഈ സെനസൻ ലേക്ക് എന്ന് പറഞ്ഞാൽ വളരെ പ്രായം കൂടിയ ലേക്കാണ്. ഓൾമോസ്റ്റ് അതിന്റെ നേച്ചർ എന്ന് പറഞ്ഞാൽ മാർഷി ആയിരിക്കും.
ചതുപ്പ് പോലത്തെ ലേക്സ് ആയിരിക്കും. Next question, eutrophication of water bodies is caused by discharge of toxic materials, excessive discharge of nutrients, excessive discharge of suspended solids, excessive discharge of chlorides. സിമ്പിൾ ക്വസ്റ്റൻ ആണ്. യൂട്രോഫിക്കേഷൻ എന്ന് പറയുന്നത് നമുക്ക് എന്ത് കാരണം സംഭവിക്കുന്നതാണ്? ന്യൂട്രിയൻസിന്റെ എക്സസീവ് ഡിസ്ചാർജ് കൊണ്ടാണ്. ഓപ്ഷൻ ബി കൊണ്ടാണ്. Okay, next question. Deposit gauges are provided with copper sulfate solution. Copper sulfate solution lode deposit gauges കൊടുക്കാറുണ്ട്. എന്തിനു വേണ്ടിയിട്ട്? To prevent the growth of bacteria, to prevent the growth of algae, to scare birds, to prevent the decomposition of SPM. Suspended particulate matter ആണ് SPM. Yes, to prevent the growth of algae. Next question, which one of the compounds is widely used for algae control? Algae control use ചെയ്യുന്ന sodium sulfate, copper sulfate, sodium chloride, calcium chloride. Simple question ആണ്. നമ്മൾ പറഞ്ഞതേ ഉള്ളൂ 1 മിനിറ്റ് ക്വസ്റ്റ്യൻ. സോഡിയം ക്ലോറൈഡോ? ബി, കോപ്പർ സൾഫേറ്റ്. Next question, which one of the following comprehensive classification is used for different types of solid waste? Solid waste in the classification ഏതൊക്കെയാണ് ഉപയോഗിക്കുന്നത്? Residential, commercial and treatment plant waste, food, demolition and construction waste, municipal, industrial and hazardous waste, rubbish, special waste and waste from open areas. പറഞ്ഞോളൂ. Yes, option C, municipal, industrial and hazardous waste. Which one of the following solid waste disposal methods is ecologically most acceptable? Ecologically acceptable ആയിട്ടുള്ള waste disposal method: sanitary landfill, incineration, composting, pyrolysis. സിമ്പിൾ ആയിട്ട് പറയാൻ പറ്റുന്നത് സാനിറ്ററി ലാൻഡ്ഫിൽ ആണോ? അയ്യോ അല്ല, കമ്പോസ്റ്റിംഗ് ആണ്. ഓപ്ഷൻ സി, കമ്പോസ്റ്റിംഗ് ആണ് ഇക്കോളജിക്കലി മോസ്റ്റ് അക്സെപ്റ്റബിൾ. Composting and lagoning are the methods of flood digestion, disposal, sedimentation, filtration. ഇതും എളുപ്പമുള്ള ക്വസ്റ്റ്യൻ. Flood digestion. ഡിസ്പോസൽ മെത്തേഡ് അല്ലല്ലോ കമ്പോസ്റ്റിംഗ്, എനർജി കൺവേർഷൻ മെത്തേഡ് അല്ലേ? ഡിസ്പോസൽ മെത്തേഡിന്റെ കീഴിലാണ് നമ്മൾ കമ്പോസ്റ്റിംഗ് പറയുന്നത്. നമുക്ക് അത്രയും കടന്ന് ചിന്തിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ അല്ല അത്. സോളിഡ് വേസ്റ്റ് ഡിസ്പോസൽ മെത്തേഡിൽ ഇക്കോളജിക്കലി മോസ്റ്റ് നമുക്ക് ആപ്ലിക്കബിൾ അക്സെപ്റ്റബിൾ ആയിട്ടുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. Composting and lagoning are the methods of flood digestion, sludge disposal, sedimentation, filtration. പറഞ്ഞോളൂ. ഡൈജഷൻ ആണോ ഡിസ്പോസൽ ആണോ? യെസ്, ഡിസ്പോസൽ, ഓപ്ഷൻ ബി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ബാംഗ്ലൂർ മെത്തേഡ് ആൻഡ് ഇൻഡോർ മെത്തേഡ് ഓഫ് ഡിസ്പോസിംഗ് സോളിഡ് വേസ്റ്റ് ആർ ഐഡന്റിക്കൽ. ഡിഫറെന്റ് ആസ് ബാംഗ്ലൂർ മെത്തേഡ് ഇസ് an anaerobic method. Different as Bangalore method does not contain human excreta. Different as indoor method is an incineration method. Simple question ആണ്. Option B, yes. Different as Bangalore method is an anaerobic method. So ഇത്രയുമാണ് നമ്മുടെ questions എന്ന് പറയുന്നത്. Okay. B is the correct answer. ഓക്കെ, അപ്പൊ നമുക്ക് ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ബാക്കി നമുക്ക് അടുത്ത സെഷനിൽ
കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. ഇന്ന് നമ്മുടെ അടുത്ത സെഷനുള്ളപ്പോൾ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. പിന്നെ അതുപോലെ തന്നെ PCB AE കോഴ്സ് ഇപ്പം നമുക്ക് ഓഫർ പ്രൈസിൽ അവൈലബിൾ ആണ് 1555. യു ക്യാൻ സി. നിങ്ങൾക്ക് അപ്പം ഓക്കെ വരാൻ ചാൻസ് ഉള്ളൂ മിസ്. ഈ ലെവലൊക്കെ വരാൻ ചാൻസ് വെച്ചാൽ ഇതൊക്കെ ESCയുടെ ക്വസ്റ്റ്യൻസ് ആണ്. മേ ബി ആ ഒരു ലെവൽ തന്നെ ആവും ചോദിക്കുക. അതിൽ കൂടുതൽ അങ്ങനെ അത്രയും ഡിഫിക്കൽട്ട് ആയിട്ട് പ്രോബ്ലംസ് വരുന്നത് പ്രോബ്ലംസ് നോക്കി വെക്കുക. ഈ നമ്മുടെ എൻവയോൺമെന്റിലൊക്കെ നമുക്ക് എൻവയോൺമെന്റിൽ ഇത്രയും കാലം AE എക്സാംസിലൊന്നും പ്രോബ്ലമാറ്റിക് ക്വസ്റ്റ്യൻസ് വന്നിട്ടില്ല. ഫുൾ തിയറി ആയിരുന്നു വന്നത്. പക്ഷെ എന്നാലും നമ്മുടെ PCB എക്സാമിന് അത്രയും എക്സ്പെക്ട് ചെയ്യരുത്. കാര്യം നമുക്ക് മെയിൻലി ഫോക്കസിങ് ഓൺ എൻവയോൺമെന്റൽ എഞ്ചിനീയറിംഗ്. അപ്പൊ അതുകൊണ്ട് എൻവയോൺമെന്റൽ എഞ്ചിനീയറിംഗിന്റെ പ്രോബ്ലംസ് കൂടെ പഠിക്കുക കേട്ടോ. നിങ്ങൾ ക്വസ്റ്റ്യൻസ് എന്തായാലും വർക്ക്ഔട്ട് ചെയ്യുക. കിട്ടുന്നതൊക്കെ വർക്ക്ഔട്ട് ചെയ്യുക. നമുക്ക് വി ക്യാൻ ഹോപ്പ് ഫോർ ദ ബെസ്റ്റ്. എളുപ്പം ക്വസ്റ്റ്യൻസ് വരും. ഓക്കെ, അപ്പൊ നമ്മുടെ സെഷൻസ് ഇനിയും ഉണ്ടാവും. പ്ലീസ് ഡു അറ്റൻഡ് ദാറ്റ്. നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ ഒരു എക്സാം അറ്റൻഡ് ചെയ്യുന്ന ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നന്നായിട്ട് പഠിക്കുക. ഓൾസോ ഗ്രൗണ്ട് വാട്ടർ ലാസ്റ്റ് 10 days നമ്മൾ ലാസ്റ്റ് ഒരു 1 week സെഷൻസ് എന്തായാലും കണ്ടക്ട് ചെയ്യും. ഓക്കെ, അപ്പൊ അതിനകത്ത് നിങ്ങൾക്ക് മോസ്റ്റ് പ്രോബബ്ലി അതിൽ നിന്നൊക്കെ കുറെ ക്വസ്റ്റ്യൻസും കിട്ടും. അപ്പൊ അതിന് നമ്മളൊരു നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരാനുള്ള പ്രോബിലിറ്റി കൂടുതലാണ്. ഗ്രൗണ്ട് വാട്ടർ ഒക്കെ ഇൻക്ലൂഡ് ചെയ്യും. പിന്നെ നമ്മൾ ഒരു സബ്ജക്റ്റ് ആയിട്ട് വിട്ടുകൊണ്ടിരുന്നപ്പോൾ ഞാൻ കമ്പൈൻ ചെയ്തത് തന്നെ കാര്യം അതാണ്. എല്ലാ സബ്ജക്ട്സും തൊട്ട് പോകാൻ. അതുപോലെ തന്നെ കെമിക്കലും നമുക്ക് ഇതുപോലെ സെഷൻസ് ഉണ്ടാവും. മാത്സും ഇടയ്ക്ക് നിങ്ങൾക്ക് കണ്ടക്ട് ചെയ്ത് തരുന്നതായിരിക്കും. ഓക്കെ, സോ പ്ലീസ് ഡു. അപ്പൊ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചാൽ നിങ്ങൾക്ക് ലൈവ് ഇപ്പൊ ഈവൻ ഇഫ് നിങ്ങൾക്ക് വേറെ വഴിയൊന്നും നോട്ടിഫിക്കേഷൻ കിട്ടിയില്ലെങ്കിൽ കൂടി യു വിൽ ഗെറ്റ് നോട്ടിഫൈഡ് from YouTube itself. Okay, so thank you all and all the best. Yes, എന്തായാലും നമ്മൾ സെഷൻസ് കണ്ടക്ട് ചെയ്യുന്നതായിരിക്കും. Okay, thank you all.